ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ, കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് പൊടി ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ പൊടി കൊണ്ടുവരാനും മറന്നേന്ന്. അപ്പോൾ നോക്കുമ്പോൾ ഇന്ന് കടി ഉണ്ടാക്കാനൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 2 കിലോനോളം പച്ചരി കൊണ്ടുവച്ച് വെച്ചിരുന്നു കേട്ടോ. നമുക്ക് ഇഡ്ഡലി വെള്ളപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റേഷൻ കടയിൽ നിന്നൊന്നും പച്ചരി ഇപ്പോൾ കിട്ടാത്ത കാരണം അപ്പോൾ അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് വെച്ചിങ്ങാണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇനി ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടൊക്കെയാണെങ്കിൽ അരച്ചിങ്ങാണ്ട് നമുക്ക് കടി ഉണ്ടാക്കാമായിരുന്നു. അപ്പോൾ അത് ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ അരിയൊക്കെ എടുത്ത് കഴുകിക്കാണ്ട് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ദോശ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പൊടി എടുക്കാൻ പോയപ്പോഴാണ് പൊടി ഇല്ലാത്തത് കണ്ടത്, ഓർമ്മ വന്നത് കേട്ടോ. അപ്പം ഞാൻ ദോശയൊക്കെയാണ് എന്ന് വിചാരിച്ചിട്ട് കടലൊക്കെ കറി ഉണ്ടാക്കിയ മസാലക്കറി. അപ്പോൾ അതൊക്കെ കുക്കറിൽ കഴിഞ്ഞിട്ട് അത് എടുത്ത് ഒഴിവാക്കിയിട്ടാണ് കുക്കറൊക്കെ കഴുകിയിട്ട് അതിൽ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. ഈ പച്ചരി വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കേട്ടോ. കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ട് അതുപോലെ തന്നെ ഒരു 10ഓളം ചെറിയ ഉള്ളി അരിഞ്ഞിങ്ങാണ്ട് തൂമിച്ച് വരുമ്പോൾ അതിക്ക് കറിവേപ്പിലയും അതുപോലെ ഒരു പട്ട, ഒരു ഗ്രാമ്പു, ഒരു ഏലക്ക അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കതൊക്കെ മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ളതിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിക്ക് ഉപ്പും പിന്നെ അതുപോലെ ഒരു പിടി തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു പിടി എന്ന് പറഞ്ഞാൽ ഒരു 1/4 കപ്പ് തേങ്ങ കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇളക്കിയിട്ട് ഇതൊന്ന് തിളച്ച് വരാൻ സമയമാകുമ്പോൾ ഇതിലേക്കുള്ള അരിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കേക്ക് എടുത്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ അരി വെള്ളത്തിലിട്ട് കുതിർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുതിർക്കാതെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അടിപൊളിയാവുക. അപ്പോൾ കുതിർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിയൊക്കെ പറ്റങ്ങണ്ട് വെന്തുടഞ്ഞിട്ട് ഇങ്ങോട്ടാവും. അപ്പോൾ ഉപ്പുമാവാകുമ്പോൾ കുറച്ച് കണ്ട് ഉടയാതെ കണ്ട് കിട്ടുമ്പോഴാട്ടോ അതിന് കഴിക്കാനൊരു രുചി. അപ്പം ഞാൻ ഈ കടലയൊക്കെയാണെങ്കിൽ ചെറിയ ഉള്ളരിങ്ങാണ്ട് തൂമിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ മസാലക്കറി ആക്കിയിട്ടാട്ടോ ചിലപ്പോൾ കടല വെക്കൽ. ഉരുളക്കിഴങ്ങും തക്കാളിയും സവാളയും പച്ചമുളകൊക്കെ ചേർത്തുങ്ങാണ്ട് മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പോലെ ഗരം മസാല ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അതും കൂടി ചേർത്ത് കൊടുത്ത് അപ്പോൾ അങ്ങനെ ഞാൻ കടലക്കറി ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞാണ്ട് തൂമിച്ചെടുക്കലാണ്. അപ്പോൾ പാലും വെള്ളം കൂടി വെച്ചിങ്ങാണ്ട് അപ്പോൾ നമുക്കൊന്ന് പാലുണ്ടായിരുന്നു അത് ചായ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇക്കാണെങ്കിൽ പാൽ ചായ ഒന്നും കുടിക്കൂല. അപ്പോൾ ഇക്കാക്ക് കുറച്ച് കട്ടൻ ചായയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉപ്പുമാവ് ഇവിടെ ഒരു വിസിലടിച്ചേക്ക് ഓഫാക്കി ഇട്ടിരുന്നുട്ടോ. അപ്പോൾ ഉപ്പുമാവ് നല്ല ഉഷാറായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല. അപ്പോൾ നമുക്ക് കടിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കടിയൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ എന്ത് കറിയൊക്കെ വേണമെങ്കിലും കൂട്ടി കഴിക്കുക. പിന്നെ മോള് ഇതവിടെ ഉറങ്ങി നീച്ച് വന്നിട്ട് തന്നെ ചെരുപ്പ് ഇട്ടിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾക്ക് നല്ല അങ്ങനെ വീട്ടിലിട്ടുന്ന ചെരുപ്പൊക്കെ പൊട്ടിയപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങി കൊടുത്തിരുന്നു. അപ്പോൾ അത് ഇട്ടിട്ട് ഉറങ്ങി നീച്ചേക്കാൻ ഓളിട്ട് കണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കണമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഓളെ വീഡിയോ എടുത്താണ്. അപ്പോൾ കണ്ടില്ലേ ചെരുപ്പിട്ടിരിക്കുന്നത് 2 കാലും അണ്ണും കൊണ്ടാണ് മാറ്റിയിട്ടത്. അപ്പോൾ ഞാൻ ഓളോട് പറഞ്ഞിട്ട് ഈ കാലാണ് നിങ്ങൾക്ക് ഇടേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചു കൊടുത്തതാണ്. അപ്പോൾ ഉറങ്ങി നീച്ചപ്പോൾ ഒന്ന് നല്ല സന്തോഷത്തിലാണ് വന്നിരിക്കുന്നത്. അതപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് ചെരുപ്പ് വാങ്ങിയത്. അപ്പോൾ പുതിയ ചെരുപ്പല്ല, അപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആണല്ലോ അപ്പോൾ കുട്ടികൾക്ക് പുതിയത് കാണുമ്പോൾ. അപ്പോൾ അത് കിട്ടിയ കടയിൽ അവിടെ ഉറങ്ങുമ്പോൾ അവിടെ താഴത്തൊക്കെ വെച്ചിട്ട് എടുത്ത് വെച്ചിരുന്നു ഓൾ ഉറങ്ങുന്ന സമയത്ത് ഇട്ടാൽ. അപ്പോൾ ഉറങ്ങി നീച്ചേക്ക് തന്നെ എടുത്തിട്ട് കാൽമട്ടതാണ്. അപ്പം ഞാൻ ചായ അടിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതാ കുറച്ച് കട്ടൻ ചായയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ജലദോഷമൊക്കെ ഉള്ള കാരണം കുറച്ച് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴും തലവേദനയും ഒക്കെ ഉള്ള കാരണം കാണിക്കാനും ഒന്ന് പോകാനുണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ നീച്ചപ്പോൾ ഞാൻ ഒന്ന് ആവി പിടിച്ചതിന് ശേഷമാണ് അടുക്കളയൊക്കെ പോയത്. ഭയങ്കര തലവേദന ഒക്കെ ആയ കാരണം. അപ്പോൾ രാത്രിയും ഇന്ന് നേരം വെളുത്ത് നീച്ചപ്പോഴൊക്കെ ഞാൻ ആവി പിടിച്ചിട്ടുണ്ട് രാത്രി കിടക്കുന്ന സമയത്തൊക്കെ. അപ്പം ഞാൻ ഉപ്പുമാവക്ക് മീൻ കറിയാണ് കൂട്ടുന്നത്. അപ്പോൾ അതിലേക്ക് മീൻ കറി തന്നെയുണ്ട് അടിപൊളി.
ഈ ഉപ്പുമാവൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഇത് കറിയൊന്നും ഇല്ലാതെയും കഴിക്കട്ടെ കട്ടൻ ചായക്ക്. ഇത് നല്ലൊരു രുചിയാണ്. പാകത്തിനുള്ള ഉപ്പും പിന്നെ അതുപോലെ ഈ തേങ്ങ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രസമാണ്. പിന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കും ചെയ്യണം. അപ്പോൾ ഈ ഏലക്കായ ഇതൊക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോനക്ക് കുറച്ച് കടലക്കറിയൊക്കെ ഒഴിച്ച് കാണ്ട് വെച്ചെടുത്തു. ഇപ്പോൾ കടലക്കറി ആണെങ്കിൽ നല്ല രുചി ഉണ്ടായിരുന്നു. മസാലക്കറിയാക്കി വെച്ച കാരണം നമ്മൾ ചിക്കൻ കറിയും ബീഫൊക്കെ വെക്കണ പോലെ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് ചെറിയ ഉള്ളി അരിഞ്ഞ് തൂമിച്ചെടുത്താൽ രസമാണ് കേട്ടോ. അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ ചാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് കുറച്ച് ഒന്ന് വിറകൊക്കെ ഉണ്ടാക്കിയെടുക്കുകയെന്ന്. പിന്നെ മോൻ്റെ പണിയാണ് കേട്ടോ അങ്ങനെ ഒരു വീഡിയോ എടുക്കൽ. പിന്നെ മോളാണെന്നുണ്ടെങ്കിലോ ഡ്രസ്സൊക്കെ ഊരിയിട്ട് അവിടെ നിൽക്കുന്നു കേട്ടോ. പിന്നെ നമ്മൾ എല്ലാതും വിചാരിച്ചിന പോലെയല്ലല്ലോ എല്ലാ കാര്യങ്ങളും ഉണ്ടാവില്ലല്ലേ. അപ്പം ഇന്ന് രാവിലെ തന്നെ കുറച്ചൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ തലവേദനക്കൊക്കെ. പിന്നെ എനിക്ക് ഭയങ്കര തലവേദനയായി ഉച്ചയ്ക്ക് ശേഷം. പിന്നെ ഡോക്ടറെ അടുത്തേക്ക് പോകേണ്ടി വന്നു കേട്ടോ. അപ്പം ഞാനിതാ ഉച്ചക്കൊക്കെയുള്ള ഉപ്പേരി നമുക്ക് പയറാണ് കിട്ടിയിട്ടുള്ളത്. നല്ല നാടൻ പച്ച പയറാണ് കേട്ടോ. അപ്പോൾ ഇതാവുമ്പോൾ ഞാൻ കുറച്ച് കണ്ട് വലുപ്പത്തിൽ തന്നെ എങ്ങനെ കട്ട് ചെയ്തെടുക്കും. ഇത് നല്ല ചെറിയ ഉള്ളിലൊക്കെ അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ ഒന്നും കണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ. പിന്നെ മോൾ അവിടെ അതൊരു ചട്ടുകൊക്കെ എടുത്തുകൊണ്ട് അതിൻ്റെ എന്തൊക്കെ കളിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിത് ഉണ്ടാക്കുന്നതും പിന്നെ നമുക്ക് മൺചട്ടിയൊന്നുമില്ല. മൺചട്ടി ഇപ്പോൾ പൊട്ടിയിരിക്കണം. പിന്നെ ഉള്ളത് വലിയ ചട്ടിയാണ്, അതൊന്നും വെച്ചിട്ടുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് മൺചട്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ പയറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഈ പച്ച കളറുണ്ട് കളയുന്നതിന് പോണതിന് മുമ്പ് തന്നെ കണ്ട് പെട്ടെന്ന് തന്നെ വേവുമല്ലോ. അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഇതിൽ വെള്ളം ഒഴിക്കുകയും ചെയ്യരുത്. അപ്പോൾ ചട്ടി ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കറി ഉണ്ട്, ഇന്നലത്തെ കറിയാണ് കേട്ടോ. അപ്പോൾ അത് മതിയെന്ന് വിചാരിച്ച് അപ്പോൾ ആ ചെറിയ ഉള്ളി അരിഞ്ഞിങ്ങാണ്ട് അതിക്ക് പച്ചമുളക് ഇട്ട് കൊടുത്ത് കാണാൻ കേട്ടോ പയറിട്ടത്. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ തീയൊന്ന് കുറച്ചിട്ട് കണ്ട് 2 മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് വേവിച്ചിട്ടിരുന്നപ്പോൾ വണ്ടിയിലെ പയറൊക്കെ അടിപൊളിയായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറ് ഇങ്ങനെ മാറിപ്പോകരുത്. അപ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റിന് നല്ലോണം വെന്തിട്ട് കളറൊക്കെ ഇട്ട് പച്ച എൻ്റെ പോണ വിധത്തിൽ വെന്തിട്ടുണ്ടെങ്കിൽ പയറിൻ്റെ ഒരു രസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിൻ്റെ വിറ്റാമിൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുന്നതാണ് നല്ല. അപ്പോൾ എനിക്ക് ഈ പയറൊക്കെ ഉണ്ടാക്കുമ്പോൾ കടുക് ഇടുന്നതിനെക്കാട്ടും ഇഷ്ടം ഇതുപോലെ ചെറിയ ഉള്ളി അരിഞ്ഞുകൊണ്ട് അതിലുണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പം ഇനി ചോറ് വയ്ക്കുകയാണ്. ഇന്നലത്തെ കറിയുണ്ട് പയറുപ്പേരി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ട് ചോറൊക്കെ കഴിക്കുകയാണ്. അപ്പം ഇന്ന് വയ്യാത്ത കാരണം വേറെ കൂടുതലൊന്നും ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോൾ പിന്നെ ഗുളികയൊക്കെ കുടിച്ചപ്പോൾ നമുക്ക് നല്ല ആശ്വാസം കിട്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഞാനിവിടെ അടിച്ചു വെച്ചതുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓരോന്നും ഇങ്ങനെ അടിച്ചിട്ട് പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങനെ അടിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം എൻ്റെ മോളൂന് കണ്ടില്ലേ ഒരു ക്ഷമ്യാവും ചെയ്ത് എനിക്ക് അടിച്ച് പഠിക്കാനും നന്ന്. അപ്പോൾ അതുപോലെ ഒരു ശീലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിങ്ങാണ്ട് ഞാൻ കുറച്ച് മുമ്പ് ഒരു ഷെമ്മി അടിച്ചില്ലേ അതിനെക്കാട് വ്യത്യാസത്തെ ഇതിലാട്ടോ അടിച്ചത്. അപ്പോൾ ഇത് ഇന്ന് അടിച്ചതല്ല കേട്ടോ ഫുള്ളായിട്ട്. ഇന്ന് കുറച്ച് ഭാഗം അടിച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് ദിവസം മുമ്പ് ഞാനിത് അടിച്ചു വെച്ചതായിരുന്നു. പിന്നെ ഇങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കുറച്ചൊരു ആശ്വാസമായിരിയൊക്കെ ഒന്ന് ഉണ്ടായപ്പോൾ കുറച്ച് നേരം ഒന്ന് അടിച്ചായിരുന്നാണ് കേട്ടോ. പിന്നെ വീഡിയോ ഒക്കെ കാണുന്നത് ഫോണൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് അവിടെ വെക്കൊക്കെ ഇട്ട് ചെയ്യണത്. ചിലപ്പം കമൻ്റ് ഇടൊന്നുമില്ല അങ്ങനെയൊക്കെ ഇട്ട് ചില സമയത്തൊക്കെ ചിലപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം ഇപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിനൊക്കെ നിന്നിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി കുറച്ചടിക്കാനും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് റെഡിയാക്കി എടുത്ത് അപ്പോൾ കുറച്ചധികം വലിയ ശീല തന്നെ എടുത്ത് കാണാൻ നല്ല നിറവിട്ട് കാണാൻ അടിച്ചെടുത്ത്. അതുപോലെ കയ്യക്കും കുറച്ച് നീളത്തിലുള്ള ശീല എടുത്തിട്ട് നിറവിട്ട് കണ്ട് വെച്ച് കൊടുത്തിട്ട് പിന്നെ കൗത്ത് കുറച്ച് വലിപ്പം കൂടുതൽ തോന്നിയപ്പോൾ വലിപ്പമല്ല കേട്ടോ കുറച്ചിങ്ങനെ ഉണ്ട് ഇറങ്ങിയ പോലെ തോന്നിയപ്പോൾ ഒരു 2 ഭാഗത്ത് വരെ കയറ് കൊടുത്തുകൊണ്ട് കെട്ടി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മോള് പിന്നെ എല്ലാം ഇഷ്ടമായിക്കുന്നുണ്ട്. മോള് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നിന്ന്. അപ്പോൾ ഇതൊക്കെ ചെയ്യാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. ഇത് നമ്മൾ ടാപ്പും കാര്യങ്ങളൊന്നും വെച്ചിട്ട് അളവെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു സുമാറിലൊക്കെ ഒന്ന് അളവെടുത്തുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് രാത്രിയിലെ ഫുഡ് എന്താണ് കേട്ടോ പൊറാട്ടയാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് സാലിനാണ്. അപ്പോൾ എന്തായാലും കൂട്ടാനൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിങ്ങാണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ ഉച്ചക്കൊക്കെ ഉപ്പേരി മാത്രമായിട്ട് ഉണ്ടാക്കിയെന്നുള്ളൂ. ഇന്നലത്തെ കറിയൊക്കെ ആയിരുന്നു. പിന്നെ കൂട്ടാനൊക്കെ മീനും ഇതൊക്കെ കൊടുത്തിട്ട് കറി ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിങ്ങാണ്ട് അപ്പോൾ ഇക്ക പൊറാട്ട കൊടുന്നതാണ്. എനിക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് പിന്നെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ പനി ഉണ്ടാകാനപ്പോൾ പനിയൊക്കെ കുറഞ്ഞിക്കണ്. പക്ഷേ കുറച്ച് ക്ഷീണം കേടൊക്കെ ഉണ്ട്. അപ്പോൾ കഞ്ഞി തന്നെയാണ് കേട്ടോ കുടിക്കണത്. അപ്പോൾ കഞ്ഞി ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു.
അതുണ്ട്. അപ്പം ഞങ്ങൾ പൊറോട്ട ഒക്കെ കഴിച്ച്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.